ഞാന് ഇന്ന് കാലത്തിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടായ സാഹചര്യം ചിലപ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ രണ്ട് വിഷയമാണ് കാണേണ്ടത്. ഒന്ന്, രമേശ് ചെന്നിത്തല MLA സ്ഥാനം രാജിവെക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. അന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടത് എനിക്കറിയില്ല അതിന് എത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ള കാര്യം. അതൊന്ന്. രണ്ടാമത്, ബിഗ് ന്യൂസിൽ കാണിക്കുന്നത് KC വേണുഗോപാൽ നിലപാട് കടുപ്പിച്ച് 6 വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം പറയുന്ന ആൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് അതും കാണിക്കുന്നത്. വളരെ ആദരപൂർവം, വളരെ സ്നേഹത്തോടെ, ഏറ്റവും ഇഷ്ടത്തോടെ കൂടി തന്നെ ഈ 2 ന്യൂസ് ശരിയാണെങ്കിൽ അവരോട് പറഞ്ഞു വെക്കട്ടെ, നിങ്ങളുടെ തറവാട് സ്വത്തല്ല കോൺഗ്രസ് പാർട്ടി, ഇത് വീതം വെക്കലല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളൊക്കെ പാർട്ടി വേണ്ടുപോലെ തന്നിട്ടുണ്ട്. ഇനി വല്ല വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിട്ട് അവനവന്റെ പണി നോക്കുക. മനസ്സിലായ? അല്ലാതെ കേരളത്തിനകത്ത് ഒരു നല്ലൊരു വിജയം ഉണ്ടായി, അതിന് ഒരു തീരുമാനത്തിലേക്ക് AICC എത്തി, ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. ഇനി 5 വർഷം അയാളെ അണ്ടറിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അയാളെ അടങ്ങാറാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. ഇത് ജനങ്ങളാണ്. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. പണ്ടത്തെ കാലമല്ല, നൂറ്റാണ്ടൊക്കെ മാറി. ആ ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ അപ്പൂപ്പന്മാർ ഉണ്ടാക്കി വെച്ച തറവാട് സ്വത്ത് വീതം വെക്കലല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ? ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളൊക്കെ തന്നില്ലേ? അത് ഈ പാർട്ടി ഉള്ളത് കൊണ്ടാണ്. ഈ പാർട്ടി എന്ന് പറയുന്ന ആരാ? സാധാരണ ജനങ്ങളാ. ആ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നിങ്ങളെ നേതാക്കന്മാരാക്കുന്ന അത് നാടിന് നല്ല ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആഗ്രഹിക്കും ജനങ്ങളും അണികളും. അതിനോടൊപ്പം നിന്നൂല കേട്ടാ. അല്ലാതെ ഞങ്ങൾ വലിയ നേതാവാണ്, ഞങ്ങൾ വലിയ സംഭ്രാക്കന്മാരാണ്, അത് ഞങ്ങൾ കഴിഞ്ഞിട്ട് അവനുള്ളൂ എന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട. നിങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് നേരിട്ട് വന്നിയല്ല. നിങ്ങൾക്ക് തന്ന അതേ പ്രിവിലേജ് അടുത്ത തലമുറക്കും അതേ ജനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്, അതേ തലമുറയാണ് കൊടുക്കുന്നത് കേട്ടാ. അവരോട് കടുപ്പിക്കാനും തണുപ്പിക്കാനും ഇങ്ങോട്ടേക്ക് വരണ്ട. ഇത് ജനം നോക്കിക്കാണുന്നത്. കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും ഇവിടുത്തെ ജനങ്ങൾ. അത് നിങ്ങൾ കണ്ടതാ കേട്ടാ. അതുകൊണ്ട് ഇപ്പം ഗവൺമെന്റ് നല്ല ഫോം ചെയ്തിട്ടുണ്ട്, VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടരട്ടെ. അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള അദ്ദേഹം പറഞ്ഞല്ലോ, ഗ്രൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ശരിയാ, വസ്തുതയാ. അദ്ദേഹം ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം മുന്നോട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ്, അദ്ദേഹമാണല്ലോ ഇപ്പൊ നായകനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം നയിക്കട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ, അദ്ദേഹത്തിന് എന്താ പറയുക, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റിയ ഇച്ഛാശക്തിയുള്ള നല്ല ആൾക്കാർ അദ്ദേഹം തിരഞ്ഞെടുക്കട്ടെ. മനസ്സിലായി? അതുകൊണ്ട് ഞങ്ങൾക്ക് 6 വകുപ്പ് വേണം, മറ്റേ വകുപ്പ് വേണം, ഇത് വേണമെന്ന് പറയുമ്പോൾ അത് സ്വന്തം കുടുംബത്തിനകത്ത് സമ്പാദിച്ചു വെച്ച സ്വത്തോ കാര്യങ്ങളോ അവിടെ പോയി പറയാം. ഇത് പാർട്ടി കോൺഗ്രസ്സാണ്. നിങ്ങൾക്കുള്ള റൈറ്റ് പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായ? ഇനി ചെന്നിത്തല രാജിവെക്കേണ്ട വെക്കുക, പൊക്കോളുക. പിന്നെ അതെന്തെങ്കിലും പാട്ടാക്കണ്ട്? ആർക്ക്? രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച്, പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ച് സമ്മതം വാങ്ങിക്കണം. പറ്റുവാണെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ വിട്ടോളുക. മനസ്സിലായി? പിന്നെ കുതിർന്നെന്നും പറഞ്ഞാൽ അതൊന്നും ഇല്ല. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലായ? എന്നാ പിന്നെ കുതിർന്ന പ്രാന്റണി ഉണ്ടല്ലോ, എത്ര പ്രാന്റണിയാക്കിയാ പോരെ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ജനപിന്തുണ കിട്ടുന്നില്ല? നിങ്ങളെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടാത്തതാ. അത് നിങ്ങൾ ജനങ്ങളെ കൂടെ നിന്ന് ജനങ്ങളെ ഇഷ്ടത്തിനുള്ള പ്രവർത്തനം കാഴ്ചവെക്ക്. ഇത് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നേരെ മതമുതലാളിമാരെ തിണ്ണനിറങ്ങാൻ പോയിട്ട് അവരെ കൂട്ടുപിടിച്ചിട്ട് അവർ 2 സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴേക്ക് നിങ്ങളെ പേടിച്ചിട്ട് പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അതൊന്നും നടക്കൂല. മനസ്സിലായ? നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് കിട്ടുന്നതെന്നറിയാം. അമ്പലം കട്ടിട്ട് ആ കള്ള ഗവൺമെന്റിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത 2 എണ്ണാണ് നിങ്ങളെ കൂടെ ഉള്ളത്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, വിശ്വാസികൾ കാണുന്നുണ്ട്. മനസ്സിലായ? ഇലക്ഷൻ സമയത്ത് അമ്പലം കട്ട കാട്ടുകള്ള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തവര് ഇപ്പൊ UDF വലിയ ഭൂരിപക്ഷത്തിൽ വന്നപ്പോ മനസ്സിലായ, ഇങ്ങോട്ട് ചാടിയിട്ട് അത് ഇവിടെ പ്രവർത്തിക്കുക അല്ല, ഇങ്ങോട്ട് ചാടിയിട്ട് കോൺഗ്രസിനെ മന്ത്രിസ്ഥാനം ഉണ്ടാക്കാനും മന്ത്രിമാരെ തീരുമാനിക്കാനൊക്കെ മുന്നോട്ട് വരിക കേട്ടോ. അത് മറിച്ച് പോക്കറ്റിലങ്ങ് വെച്ച്. ഓക്കെ? അതുകൊണ്ട് ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനഹിതം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോട്ടെ ഗവൺമെന്റ്. മനസ്സിലായി? അതിനകത്ത് കുത്തിത്തിരിപ്പിട്ടൊക്കെ ഒരുത്തൻ വന്നാൽ ഇനി വിടൂല.
നിങ്ങൾ ഇനി ഏത് ദൈവം തമ്പുരാനെ കൂട്ടുപിടിച്ച് വന്നു കഴിഞ്ഞാലും അതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. കാലം കഴിഞ്ഞടാ, കാലം കഴിഞ്ഞ്. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പറകിൽ നടക്കുന്ന കാലം കഴിഞ്ഞ്. ഇപ്പം ജനങ്ങൾ ചിന്തിക്കും. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം വി.ഡി. സതീശൻ വന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എല്ലാം കൂടി ആലോചിച്ച് എം.എൽ.എമാരെ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഒരു പഴയ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾ വന്നിട്ടങ്ങ് ഉണ്ടാക്കാൻ നോക്കിയതല്ലേനാ. പിന്നെ നിങ്ങൾ ഈ സമയത്ത് മാത്രം വലിയ ജനാധിപത്യമെല്ലാം നോക്കി ഭൂരിപക്ഷമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അഭിപ്രായം മാനിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്സതൊക്കെ കാണിക്കുമ്പോ ചിരിയാ വരുന്നത്. 2026 ഏറ്റവും വലിയ കോമഡിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ അറിയോ, സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ രാജിവെക്കേണ്ട ഒരു ആരോപണം നേരിട്ട് അദ്ദേഹം രാജിവെച്ചു. സ്വാഭാവികമായിട്ട് എന്താണ് പിന്നെ അതിനുശേഷം ജനാധിപത്യത്തിൽ നിങ്ങൾ ഇന്നലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞല്ലോ, എം.എൽ.എമാരെ ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി നോക്കിയല്ലോ. അതുകൊണ്ട് പറയുന്നതാ. അങ്ങനെ അന്ന് ഈ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിലെ കൂടി 2ാം സ്ഥാനക്കാരാണോ അവരെയാണ് ആ സ്ഥാനത്തേക്ക് തീരുമാനിക്കേണ്ടത്, അല്ലേ? നിങ്ങൾ നോക്കണം, 2,70,75,000 വോട്ട് കിട്ടിയ അവിൻ വർക്കിയെ ആക്കാതെ, മനസ്സിലാക്കണം, 19,000 വോട്ട് കിട്ടിയ ഒ ജെ ജനീഷിന്റെ കഴിവുകേടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഇവർ മിനിയാന്ന് ക്രാധിപത്യം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നോക്കിയതുകൊണ്ട് പറയുന്ന. അങ്ങനെ 19,000 വോട്ട് കിട്ടിയ ഒ ജെ ജനീഷിനെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കി. ഇതെവിടുത്തെ ജനാധിപത്യമാണോ? ഇതെവിടുത്തെ ഭൂരിപക്ഷത്തെ മാനിക്കലാണോ? അത് പറയാ. 2,75,000 കിട്ടിയ അവിൻ വർക്കിയെ തഴഞ്ഞിട്ട് 19,000 വോട്ട് കിട്ടിയ ഒ ജെ ജനീഷിനെ ആ സ്ഥാനം കൊടുത്ത വിദ്വാന്മാർ വന്നിട്ട് ഇവിടെ മറ്റത് പഠിപ്പിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളും പൊതുസഭവും കഴുതകളല്ല. മനസ്സിലാക്കിക്കോട്ടെ. അപ്പൊ നിന്റെയൊക്കെ ഗ്രൂപ്പിനെയും വളർത്താൻ വേണ്ടി പാർട്ടിയോടല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. പാർട്ടിയുടെ ഒരു കൂറൊന്നുമില്ല. ആ കൂറുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ പാർട്ടിയുടെ അപമാനത്തിലേക്ക് പോയി. അത് സഹിച്ച് അത് കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിച്ച് ഇല്ല. ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങി 2 ഭാഗത്തുനിന്നും ഒരാൾ രാജിവെക്കൂ. അന്ന് അങ്ങ് വെച്ചങ്ങ് പൊക്കോളുക. പിന്നെന്താ എന്തിനാ പറയുന്നത്? നിങ്ങൾ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയുന്നത് വെച്ചിട്ടാ? അങ്ങനെയൊന്നും ആരും ഞാൻ അത് കാലം കഴിഞ്ഞ്. നിങ്ങൾക്ക് കിട്ടേണ്ട പദവിയും സ്ഥാനങ്ങളൊക്കെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും തന്നിട്ടില്ലേ? ഇപ്പം രാജിവെക്കൂ എന്ന് പറഞ്ഞ് മാധ്യമത്തിന്റെ മുമ്പിൽ ഭീഷണിപ്പെടുത്തി ചെങ്ങായി മാധ്യമങ്ങൾ പറയുന്നത് 28ാമത്തെ വയസ്സിൽ തന്നെ വലിയ പദവി കൊടുത്തൊരു പാരമ്പര്യമുണ്ട് ഈ പാർട്ടിക്കകത്ത്. ഇല്ലേ? തന്നിട്ടില്ലേ? അന്നും ഒരുപാട് ആൾ മറികടന്നിട്ടായിരിക്കും ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാകുക. പിന്നെ ഈ KC വേണുഗോപാലിനെ പറ്റിയിട്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്നലെ എന്തോ വെളുപ്പിക്കുന്നുണ്ട്. രാഹുല് എനിക്കൊക്കെ വേണ്ടി തൊണ്ട പൊട്ടി സംസാരിച്ച വ്യക്തിയാണ് ഞാൻ. അതിന്റെ വീഡിയോസ് മുഴുവൻ എടുത്ത് നോക്കിയാൽ മതി. ഈ സമയത്ത് വന്നിട്ട് ആ പുള്ളിക്കാരനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ മുടന്ത ന്യായങ്ങൾ പറയണ്ട. ഞങ്ങൾ തീട്ടം തിന്നുന്നവരൊന്നുമല്ല. നിന്നാക്കാളും പ്രായമുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം ഇവനൊക്കെ എങ്ങനെയാണ് എന്ത് നേടിയിട്ടാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയതെന്നൊക്കെ. പിന്നെ കുറെ അടികിട്ടിയും ജയിലിൽ കിടന്നതിന്റെ ഒക്കെ ചരിത്രവും പാരമ്പര്യമൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതൊന്നും വെറുതെയൊന്നുമല്ല. ആ പീഡനം അനുഭവിച്ചതിനേക്കാളും അപ്പുറത്ത് പാർട്ടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തേ അത് പറയാത്തത്? എന്തേ അത് പറയാൻ കഴിയുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിലെ നിനക്ക്? അതും കൂടി ഒന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായി യോജിക്കൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ചെറ്റത്തരം ചെയ്തിട്ട് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ പറയുന്ന പുള്ളി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാ. 29 സ്റ്റേറ്റിനകത്തും പാർട്ടിക്കൊരു പ്രതിരോധവും പാർട്ടിക്കൊരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ. ഈ നാടിലെ മുഴുവൻ രാജ്യത്ത് മുഴുവനും കോൺഗ്രസിനെ പറ്റി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും എന്താ പറയേണ്ടത് മോശം പരാമർശം നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവനാ. ഇങ്ങനെ ന്യായീകരിക്കുമുണ്ടല്ലോ രാഹുലെ, നിന്നെയൊക്കെ ആ കാലഘട്ടത്തിൽ പിന്തുണച്ച ഞാനിപ്പം ഖേദിക്കുക. കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കാൻ പഠിക്കണം. നാടോടുമ്പം നടുവെ ഓടാൻ പഠിക്കണം നമ്മൾ, കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ കുറെ പഴംപുരാണകളും കുറെ നേതാക്കന്മാർ ത്യാഗോജ്വലമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഈ ഇക്കിളിപ്പെടുത്തി അങ്ങ് സെന്റിമെന്റ്സ് അടിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ അതിനപ്പുറത്തേക്ക് പാർട്ടി കൊടുത്ത ഒരുപാട് എന്താ പറയേണ്ട കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് പറയണം. ഇതൊന്നും ആരും വെറുതെയൊന്നുമല്ല. ആരാ വെറുതെ ചെയ്തിട്ടുള്ളത്? അത് പറയാം. ഇപ്പം ഈ കാണുന്ന രാജ്യം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം അറിയപ്പെടുന്ന ഒരു നേതാവാക്കി ഏതോ ഉൾഗാമത്തിൽ ജനിച്ചവനെ ഒരു നേതാവാക്കി മാറ്റിയത് ഈ പ്രസ്ഥാനമല്ലേ? അല്ലേ?
അപ്പൊ എന്തേ അത് പറയാത്തത്? നിങ്ങൾ 4 പോലെ പോലീസിന്റെ അടി കിട്ടി, പോലീസിന്റെ ചവിട്ട് കിട്ടി എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ എന്താ പറയുക സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ ഭാഗമായിട്ട് നേട്ടങ്ങളും ശതകോടി ഈ സമ്പാദിച്ചതൊക്കെ അതും കൂടി ഇങ്ങ് പറ. അപ്പൊ എല്ലാവരും പൂർണ്ണതയിലെത്താൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് വരണ്ട കേട്ടാ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു വിവാദത്തിനോ ഒരു വിഷയത്തിനകത്തോ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ശരിക്ക് എടുത്തിട്ട് പറയും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ. ഒരു ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ല, അപ്പോഴത്തേക്ക് തന്നെ തുടങ്ങി ഇവറ്റകള്. ഇപ്പൊ പേടി എന്താണെന്നറിയോ? CPM-നെയോ BJP-യോ അല്ല, ഇവറ്റകളെയോ പേടിക്കണ്ട്. എന്നാ പെട്ടെന്ന് പോകുന്നതങ്ങ് പോവുക, എന്നാ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഇന്നിപ്പം കുറച്ച് ആളെയൊക്കെ ഈ തിരുവനന്തപുരത്ത് അയാൾ ട്രെയിനിൽ വന്ന് ഇറങ്ങുമ്പോ മുദ്രാവാക്യം പഠിപ്പിക്കാനൊക്കെ കുറച്ച് ആളെയൊക്കെ കൂട്ടി വെച്ചിട്ട് കണ്ണേ കരളേ കണ്ണേ, ഇതെല്ലാരും കണ്ണേ കരളായി പോയി. ഒന്ന് കാലേ മൂക്കേന്നും കുഴി വിളിക്കുക ആരെങ്കിലും, മനസ്സിലായ? പെരുത്ത് പാർട്ടിയുണ്ട് ലോകത്ത്. ഒരു ഗവൺമെന്റ് ശരിയൊക്കെ ഇന്നലെ വരെ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് നാറി കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഓക്കെയായി AICC തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ഞങ്ങൾ AICCന്റെ കൂടെ, ഞങ്ങൾ AICCന്റെ തീരുമാനം അംഗീകരിക്കുന്നില്ല മാധ്യമത്തോട് പറഞ്ഞേ. പിന്നെ എന്താ ഇന്ന് രാവിലെ മാധ്യമത്തിന് ഈ വൈറ്റ് ഈ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ആരാ ഉണ്ടാക്കിയത്? എന്നാ പിന്നെ അതിന്റെ കൂടെ നിൽക്കട്ടെ നിങ്ങൾ. ഞങ്ങൾക്കല്ല ഇന്നലെ വരെ അഭിപ്രായ വ്യത്യാസം, ഞങ്ങൾ ഇന്നലെ AICCന്റെ തീരുമാനം വന്നോടുകൂടി ഞങ്ങൾ മാറിയില്ലേ? ഞങ്ങൾ മാറി ചിന്തിച്ചില്ല. ഞങ്ങൾക്ക് ഇനി പാർട്ടി, ഇനി സതീശന് പൂർണ്ണ പിന്തുണ കൊടുക്കുക, സതീശന്റെ ഒപ്പം നിൽക്കുക, ഇതല്ലേ ഞങ്ങളൊക്കെ സ്വീകരിച്ചേ. അങ്ങനെ സ്വീകരിക്കണം നിങ്ങൾക്ക്. ഇതെന്താ ഇരുപത് വിവാദം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ഈ കോലും പിടിച്ചു വരുമ്പോ അതിന്റെ മുമ്പിലേക്ക് വായുന്നെന്തിനാ? എന്തേ CPM-നോട് ആരും പോയി ചോദിക്കാത്തത്? എന്തേ കോല് പിടിച്ച് അങ്ങോട്ട് പോകാത്തത്? ആട്ടും, മനസ്സിലായ? നിങ്ങൾ വലിയ ജനാധിപത്യം അങ്ങ് പൂത്തുളേക്കണ്ട, മനസ്സിലായ? വലിയ സ്വാതന്ത്ര്യം ഉണ്ടാക്കണ്ട. നിങ്ങൾ തെമ്മാടിത്തരം പറയേണ്ട സ്വാതന്ത്ര്യമല്ലേ അല്ലേ? അതല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? പാറ്റുവാണെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. ഈലും വലിയ വെള്ളിയാഴ്ച കൊണ്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, ഇനിയല്ല ഈ വെള്ളിയാഴ്ച കൊണ്ടിട്ട് അങ്ങ് മേടിക്കുക കേട്ടാ. അതുകൊണ്ട് ഇനിയെല്ലാം നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെയൊക്കെ ശരിക്കും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ളവരാ, അരിഭക്ഷണം കഴിക്കുന്നവരാ, മനസ്സിലായ? ഭീഷണി കിട്ടേണ്ടത് മുഴുവനും കിട്ടി, ശതകോടീശ്വരന്മാരായി. എന്നിട്ടും അത്യാർത്ഥിമാർ, ഒന്നിന് 10-62 വയസ്സായി, ഒന്നിന് 10-75 വയസ്സായി. അവസാനം ആഗ്രഹവും ഇതിപ്പോ എല്ലാ ആഗ്രഹവും തീർത്തിട്ട് പോവാന്ന് വെച്ചിട്ടാ പറഞ്ഞല്ലോ. ഒരു ആയുഷ്കാലം മുഴുവനും ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്താളെ പേര് വേണം, ഞാൻ തരാം. അവർക്ക് പരാതിയോ പരിഭവമൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. എന്ന് ഇതെന്തൊക്കെയാക്കിയിടോ? സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിയാക്കി, KPCC പ്രസിഡന്റാക്കി, AICCയുടെ ജനറൽ സെക്രട്ടറി ആക്കി, NSUവിന്റെ ദേശീയ സെക്രട്ടറി ആക്കി, KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാക്കി, യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കി. ഇതൊക്കെ ആക്കിയിട്ടും പിന്നെയും നോക്കറ നിങ്ങൾ ഇവന്റെയൊക്കെ ആഗ്രഹം എപ്പോഴും ഈ കൊടി വെച്ച കാറിലും AC വെച്ച ഈ ഇന്നോവ ക്രിസ്റ്റയിലും ഇങ്ങനെ മലന്ന് കടന്നിട്ട് എന്നാ അങ്ങ് യാത്രയിൽ താല്പര്യം. മറ്റു പാർട്ടിയോട് കൂറൊന്നുമില്ല, മനസ്സിലായി നിങ്ങൾക്ക്? ഈ പാർട്ടി പറയുന്നത് പാർട്ടിയാണ് എനിക്കിങ്ങനെ ചില സമയത്ത് ഒരു സിമ്പതിയും കോൺഗ്രസ് പാർട്ടിയോട് ഇവറ്റകളുടെ അധികാരം, ഇവറ്റകളുടെ സ്ഥാനമാനങ്ങൾ, ഇതല്ലാതെ ഇതിനപ്പുറം ഞാൻ ചോദിക്കുന്നത്, ഒരു പാർട്ടിയോട്, ഈ പോറ്റി വളർത്തിയ പാർട്ടിയോട് ഇച്ചിരി കടപ്പാടുണ്ടെങ്കിൽ, ഇച്ചിരി കൂറുണ്ടെങ്കിൽ പോട്ടെ. ഞങ്ങൾക്ക് ഇത്ര കാലം പാർട്ടി തന്നില്ലേ, ഞാൻ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് എത്തിയില്ലേ, എന്നെ രാജ്യം അറിയപ്പെടുന്ന ഒരു നേതാവാക്കിയില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് അറിയുന്ന ഒരു നേതാവാക്കിയില്ലേ, ദൈവത്തിന് സ്തുതി. ഇനി അടുത്തവർക്ക് കിട്ടട്ടെ. കിട്ടിയാലോ ഞങ്ങളെ തേടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ആ അധികാരത്തിലേക്ക് ഇരിക്കാം. അല്ലാതെ ഒരു ബാർഗൈൻ ചെയ്തിട്ടോ ഒരു ഭീഷണിപ്പെടുത്തി നമ്മളെ ശരിയല്ല എന്നൊരു ബോധം വേണ്ടേ? അങ്ങനെ ഇങ്ങനെ കൂറ് കാണിക്കണ്ടേ? എന്നിട്ട് പറയും അനുവയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല. എന്തിനാണ് അനുവയിപ്പിക്കേണ്ട ആവശ്യം? ഇതെന്താ ആരെങ്കിലും മകളെ കല്യാണോ? ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ നിന്നോട്ടെ, ഇല്ലെങ്കിൽ പൊക്കോട്ടെ കളഞ്ഞിട്ട്. ഇതെന്താ കാലം ഇവര് തന്നെ ഉണ്ടാകുക?
മറ്റവൻ അങ്ങ് വെല്ലിയാൽ കയറി ഇരുന്നിട്ട് സ്വന്തം പഞ്ചായത്തിനകത്ത് ഒരു വാർഡിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ച് കയറാൻ കഴിയില്ല. അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചിട്ട് അങ്ങ് തലപ്പത്ത് കൊണ്ടുവച്ചത് തെറ്റ്. പോട്ടെ, ഞങ്ങൾ സഹിച്ച്. കോൺഗ്രസിന്റെ അവസ്ഥയാണെങ്കിൽ വലിയ കഷ്ടത്തിലാ. എല്ലാ മേഖലയും തകർന്നടിയാ. അതിനൊന്ന് ക്ലെയിം ചെയ്യാനോ അതിനൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പുള്ളിക്ക് കഴിയുന്നില്ല. പിന്നെ രാഹുലും ആ കൂട്ടത്തിൽ എന്താ പറയും, അയാൾ ഭാരത് ജോഡോ യാത്രയുടെ പക്കൽ കിലോമീറ്ററുകളോളം നടന്നിട്ടില്ലേ, അതിനെന്താ ഇപ്പം വേണ്ടത്? അതിനിപ്പം എന്താ രാഹുലെ വേണ്ടത്? മോരൊഴിച്ച് വിളക്ക് എത്തിക്കണം ഞങ്ങള്. അത് ഈ ചെയ്തത് കൊണ്ട്, അങ്ങനെ നടന്നത് കൊണ്ട് പാർട്ടിയെ ഒരു സ്റ്റേറ്റിൽ അധികാരം കിട്ടിയെടുത്ത് പറയിപ്പിച്ച് നാണം കെടുത്തണം എന്നാണോ പാർട്ടിയെ നാണം കെടുത്തുക വേണ്ടത്? നാണം കെടുത്താൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുക വേണ്ടത്? എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്നേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കുടത്തിൽ വെള്ളം കോരുക, വൈകുന്നേരം ആ കുളം തച്ചങ്ങ് പൊടിക്കുക. എന്ത് വില അതിനെ കൊണ്ടുള്ള പറയാതെ നിങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾ ഇത് പറയേണ്ടി വരുന്നത് എന്താ? ഇവന്റെയൊക്കെ പ്രവൃത്തി കൊണ്ടാണല്ലോ. നല്ലത് ചെയ്താൽ നല്ലതായിട്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അന്നേരം അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതിലൊന്നും തർക്കമില്ല. പിന്നെ വെളുപ്പിക്കാൻ വേണ്ടി അങ്ങ് ജോഡോ യാത്രയിൽ നടന്നിട്ടില്ലേ, ഇങ്ങ് ക്രോഡോ യാത്രയിൽ പോയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ചെയ്തു വെച്ച ചട്ടത്രത്തിനെ ന്യായീകരിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ. രാഹുലെ, ഏറ്റവും ഇഷ്ടത്തോടും ബഹുമാനത്തോടും സ്നേഹത്തോടും തന്നെ പറയും. കാരണം നിനക്കൊക്കെ വേണ്ടി അത്രമാത്രം മറ്റുള്ളവരെ തെറി പോലും കേട്ടതാണ്. ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആദ്യം തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്ത്. കാരണം എന്താ, നിന്റെ ഭാഗത്ത് വീഴ്ച ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട. എങ്ങനെ രാജ്യത്തിന്റെ നിയമത്തിൽ വിപരീതമായിട്ടൊരു തെറ്റും നീ ചെയ്തിട്ടില്ല എന്ന ബോധ്യവും കൊണ്ടാ. മറ്റും ധാർമ്മികപരമായിട്ട് അത് നിന്റെ ചോയ്സിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ രാജ്യത്തിന്റെ നിയമത്തിന് മറികടന്നുകൊണ്ട് ഒരു ക്രൈമും ചെയ്യാതെ നിന്നെ വേട്ടയാടാൻ വേണ്ടി ഇങ്ങനെ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാരും വന്നപ്പോഴും അവർക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായ? അല്ലാതെ നമുക്കിപ്പോ രാഹുൽ മാക്കൂട്ടത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുമില്ല, ഈ പറയുന്ന ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രസ്ഥാനം നിൽക്കണം. പ്രസ്ഥാനമാണില്ല, അതിന്റെ അപ്പുറം ഒരുത്തനും ഇനിയില്ല. മനസ്സിലായ? ക്ലേതാപ്പൂല്ല, പ്ലാത്താപ്പൂല്ല. നല്ലത് ചെയ്താൽ നല്ലതിന്റെ കൂടെ ഞാൻ കാണാൻ നിൽക്കും. മനസ്സിലായ? പിന്നെ പണ്ടാരെ പറഞ്ഞു, നീ അല്ലെങ്കിൽ നിന്റെ വാപ്പാന്ന് പറയുക, അവനല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോന്. ഇവിടെ ഇപ്പം CPM കണക്കടിസ്ഥാനത്തിൽ 123 MP-മാർ, 100 DCC പ്രസിഡന്റുമാർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് BJP-യിലേക്ക് പോയി. എന്നിട്ട് എന്താ സംഭവിച്ചു? ഇവിടെ എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ അപ്പുറത്തെ അതിന്റെ 123 അവരുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ 124 ആവും. അത്രയേ ഉള്ളൂ. എണ്ണം തികയുന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പാർട്ടിക്ക്. ഇത് എന്താ സത്യത്തിൽ പറയാം നിങ്ങൾക്ക്, ഇത് ഇന്ത്യന്റെ വികാര. ഇത് സാധാരണ താഴെ അടിത്തട്ടിലുള്ള ലക്ഷം വരുന്ന പ്രവർത്തകരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന ഒരു വികാരമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇവരെ കണ്ടിട്ടൊന്നുമല്ല. മനസ്സിലാക്കിയ? ഈ കിണറ്റിലിരിക്കുന്ന പൊട്ടൻ തവളക്കിന്റെ വിചാരം ഇവറ്റ ചിലയത്തന്റെ വിചാരം. 4 ആളെയും കൂട്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് കണ്ണേ കുരളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെന്തോ സംഭവം എന്നാ വിചാരിക്കുക. അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായ? എല്ലാവർക്കും ആരാണോ കാലത്തിനനുസരിച്ച് യോഗ്യന്മാർ അവരെ തീരുമാനിക്കുക. കാലത്തിനനുസരിച്ചുള്ള യോഗ്യന്മാർ. മനസ്സിലായ? ഇത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവനും മുട്ടിന് വേദന പിടിച്ചിട്ട് വീട്ടിൽ കിടന്നവനെയൊക്കെ കൈ പിടിച്ചിട്ട് കൊണ്ടാണ്ട് കുതിർന്ന നേതാവ് ഇവൻക്ക് ആ സ്ഥാനം കൊടുക്കുന്നില്ല. അതിനൊന്നും പറ്റത്തില്ല. അതൊരു കാലം കഴിഞ്ഞില്ലേ. കാലം മാറി കമ്പ്യൂട്ടർ യുഗമായില്ലേ. അത് കാണണോ നിങ്ങൾ? അത് മനസ്സിലാക്കിക്കോ കേട്ടാ. പിന്നെ വർണ്ണിക്കുമ്പോ ഇങ്ങനെ പുകയറ്റുമ്പോ അതൊക്കെ ശ്രദ്ധിക്കുക. അതിനുള്ള മറുപടി എണ്ണി ഞാൻ പറയും. എണ്ണി ഓരോരോ സ്റ്റേറ്റും കോൺഗ്രസിനകത്ത് നഷ്ടപ്പെടാൻ. ഇന്നലെ രാഹുൽ ഒരു 2-3 സ്റ്റേറ്റ് നഷ്ടപ്പെട്ടത് ഞങ്ങളെ കേരളത്തിലെ കോൺഗ്രസിലെ പ്രവർത്തകർ വികാരപ്പെട്ടപ്പോൾ അതിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. രാഹുല, നിനക്ക് മാത്രമല്ല, എന്തുകൊണ്ട് BJP-യിലേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ പോയി എന്നുള്ളത് നീ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത് നീ ഇന്നലെ? അത് കമൽനാഥിനെ അവിടെ അധികാരത്തിലാക്കിയതിന്റെ പേര് മുഖ്യമന്ത്രി കൊടുത്തു, ശരി. പക്ഷെ അവൻ BJP-യിൽ പോയത് നന്നായി. എന്താ നന്നായത്? അങ്ങനെ BJP-യിലേക്ക് പോവാനുണ്ടായ അധികാര കൊതിമൂത്തവൻ ഈ പാർട്ടിക്കകത്ത് എങ്ങനെയാ നിൽക്കുന്നത് ചോദിച്ചത്. എങ്ങനെയാന്ന് അത്തരം ചിന്തയിലേക്ക് അവൻ കടന്നുപോയതെന്ന് ഇവൻ പറയുന്നില്ല. അതായത് ഒരു പാർട്ടിക്ക് വേണ്ടി രാവും പകൽ നിങ്ങളിപ്പല്ല കുഷ്ടപ്പെട്ട് അടിമേടിച്ച് ലാത്തിന്റെ കടി മേടിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. അതുപോലെ അവരവിടെ കഷ്ടപ്പെട്ടതാ.
മനസ്സിലായോ? അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് അവരെ അണ്ടറിൽ ആ പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം അത് തട്ടിയെടുത്തത് നിങ്ങൾ ഈ പണ്ടത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ MLA-മാരെ ക്രൂരിവശം അവനവന്റെ ആൾക്കാരെ തിരികെ കയറ്റിട്ട് മത്സരിപ്പിച്ചിട്ട് സാധാരണ ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വിജയിപ്പിച്ച് വന്നതിന് ശേഷം ഈ ക്രിമിനൽമാരുണ്ടല്ലോ, ഈ വലിയ ജനാധിപത്യം, നീ ഇന്നലെ പറഞ്ഞ ജനാധിപത്യം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ സ്റ്റേറ്റിനകത്തെ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റ് തെരഞ്ഞെടുത്തത്. അതൊന്നും നീ ഇന്നലെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള MLA-മാരെ മത്സരിപ്പിച്ചിട്ട് എന്നിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഇത് പിന്തുണ, ഇത് ഞങ്ങൾക്ക് MLA-മാരെ പിന്തുണ. ഈ MLA-മാരെ വിജയിപ്പിച്ച ജനങ്ങളെ പിന്തുണയല്ലേ അത്ര തന്റെ ഇടങ്ങൾ യോക്കുണ്ട്. സാധാരണ അടിത്തട്ടിൽ ഇറങ്ങണം, എന്നിട്ട് അവരോട് യോജിക്കുക. അപ്പം മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഒരു പെട്ടി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു പാർട്ടി ഓഫീസിൽ നിങ്ങൾ വന്നിട്ട് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഇഷ്ടം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു പറയണം. അപ്പൊ സാധാരണക്കാരെ രേഖപ്പെടുത്തും, അത് ഭൂരിപക്ഷമാക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ നിർത്തിച്ച സ്ഥാനാർത്ഥികളെ നിങ്ങളെ ഇത് വേണ്ടാണ്ട് അതാണ് ഭൂരിപക്ഷം അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന ആ വാദത്തോടൊന്നും യോജിക്കാൻ കഴിയില്ല രാഹുലെ. അതിലും ഒരുപാട് ഞങ്ങൾക്ക് പറയാനുണ്ട് കേട്ടാ. അതുകൊണ്ട് ഇതൊക്കെ സ്പോൺസർഡ് ആയിട്ട് BJP-യിലേക്ക് കൊടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞ് അവരെ കുറ്റം പറയാനും കഴിയില്ല. മനസ്സിലായ? അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടി വരണ്ട. അവിടെ നിന്ന് ഒരു സൈഡിലാണ് നിൽക്കിപ്പോ. ഓക്കെ, കുറച്ചിഷ്ടം നിന്നോട് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും, അത് കളഞ്ഞു കുടിക്കണ്ട ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്താന്നുള്ള ന്യൂസ് പൂർണ്ണമായിട്ട് കേൾക്കട്ടെ.